ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം, എല്ലാവർക്കും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോഗ് ആയിട്ടാണ്. അതിൽ ഞാൻ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചട്നീൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശൻ്റെ ഒരു റെസിപ്പി ഞാൻ വിടാന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാനത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞാൻ തലേന്ന് വൈകുന്നേരം മസാല ദോശക്കുള്ള അരിയും പരിപ്പും ഒക്കെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയെന്ന് വെച്ചാൽ 2 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് ചോറ്, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1 ടീസ്പൂണ് ഉലുവ, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചോറിന് പകരം നിങ്ങൾക്ക് അവൽ ചേർത്ത് കൊടുക്കുക. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മസാല ദോശൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കൽ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ഒരു 4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനുശേഷം ഞാൻ രാത്രി മാവ് റെഡിയാക്കി വെക്കണം കേട്ടോ. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുതിർത്ത് വെച്ച അരിയും സാമ്പാർ പരിപ്പും ചോറും എല്ലാം ചേർത്തിട്ട് നമുക്ക് പാകത്തിന് വേണ്ട ഉപ്പും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരിക്കനുസരിച്ച് വെള്ളത്തിൽ മാറ്റമൊക്കെ വരും. എനിക്കിവിടെ 2 കപ്പ് വെള്ളമാണ് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ അത് അരച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 8 മണിക്കൂർ മതിയാവും. അതിനുശേഷം നമുക്ക് മസാല ദോശ ചുട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിതാ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അരച്ചെടുത്ത മാവ് പാത്രത്തിലൊഴിച്ച് ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. പിറ്റേന്ന് അതിരാവിലെ ചായക്കും കുടിക്കാനും ഒക്കെ വെള്ളം വെച്ച് വെള്ളമൊക്കെ തിളച്ച് ചായ ഉണ്ടാക്കി. ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് അവലും ചായയുമായിരുന്നു. അതിനുശേഷം പിന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻ മുളക് കറി ഉണ്ടാക്കി ബത്തൽ വെച്ചിട്ട്. പിന്നെ കൂടെ തന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശയ്ക്കുള്ള ചട്നി ഉണ്ടാക്കി. അതിനുശേഷം ആണ് കേട്ടോ പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അങ്ങനെ എന്താണെന്നറിയാം, നമുക്ക് നല്ല ചൂടോടുകൂടി ദോശ കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ദോശ ബാറ്ററൊക്കെ അതാ പാകത്തിനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൊങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം എനിക്കും ഒരു നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കി. ദോശ ബാറ്റർ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം നെയ് റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു നെയ്യും ആ ഒരു കറുമുറ ദോശൻ്റെ ആ ഒരു കടിക്കണ സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ മസാല ദോശൻ്റെ ആ ഒരു കൂട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ ചുടിനനുസരിച്ച് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ദോശ ബാറ്റർ ആകുമ്പോൾ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചുട്ട് മുഴുവൻ കഴിയുന്നതിനനുസരിച്ച് ഇതൊക്കെ തണുത്ത് ഇത്ര വലിയ ടേസ്റ്റൊന്നും കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതീക്ക് ഒരു ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ചട്നീൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഹോട്ടലിലും വീട്ടിലത്തെയൊക്കെ ദോശൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലത്തെ ദോശ അപ്പം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസ് വരും കേട്ടോ. അതിനൊരു കാരണം കൂടെ ഉണ്ട്. അവർ ചൂട് ക്രമീകരിച്ചിട്ടാണ് ദോശ ഒഴിച്ച് പരത്തുക. നമ്മൾ വീട്ടിലാവുമ്പോൾ ഒറ്റയടിക്ക് അപ്പം ചുട്ടെടുക്കും പോലെ ഇങ്ങനെ ചുട്ടെടുക്കല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു തീ ക്രമീകരിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ക്രമീകരിച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഹോട്ടൽ സ്റ്റൈൽ ദോശ നമുക്കും നല്ല നൈസായിട്ട് ചുട്ടെടുക്കാനും കഴിക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അറിയാത്തവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.